എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ മോഡ്യൂളിൽ അവസാന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ആറിൻ്റെ പ്രോപ്പർട്ടി കോമ്പാക്ട്നെസ് ആണ്. നമ്പർ ഇറ്റ് C01. നേരത്തെ ചെയ്ത നമ്പറിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ എനിക്ക് ഓർമ്മയില്ല. സോ ഐ വിൽ സ്റ്റാർട്ട് വിത്ത് C01. സ്റ്റാൻഡ്സ് ഫോർ കോമ്പാക്ട്നെസ് 1. സോ കോമ്പാക്ട്നെസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ the sets A is equal to 0, 1, open interval 0, 1 and B is equal to closed interval 0, 1. ഇതിൽ if you consider a sequence, say 1 by n is equal to 2 to infinity. അതായത് ഈ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 by 2, 1 by 3, 1 by 4 എക്സെട്ര. ഈ സീക്വൻസ് എടുത്താൽ ഇത് ഈസ് എ സീക്വൻസ് ഇൻ എ അല്ല, എക്കകത്തുള്ള സീക്വൻസ് അല്ല, ഈ നമ്പേഴ്സ് എല്ലാം 0ക്കും 1നും ഇടയ്ക്കുള്ളതാണ്. ഈസ് എ സീക്വൻസ് ഇൻ എ. സോ വാട്ട് അബൌട്ട് ദ ലിമിറ്റ്? The limit n tending to infinity 1 by n is 0, which is not an element of A. ഇത് നമ്മൾ ലിമിറ്റ് പോയിന്റുകൾ പഠിച്ചപ്പോൾ പറഞ്ഞത് 0യും 1ഉം ഇവിടെ ലിമിറ്റ് പോയിന്റ് ആണ്, പക്ഷെ അത് ആ സെറ്റിലെ എലിമെന്റ് അല്ല. അതൊരു ഓപ്പൺ സെറ്റ് ആണ്. ഓപ്പൺ സെറ്റിന് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാം അല്ലേ. ലിമിറ്റ് പോയിന്റുകൾ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യണമെന്നില്ല. മറിച്ച് ക്ലോസ്ഡ് സെറ്റ് ആണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇതാണെങ്കിൽ ക്ലോസ്ഡ് 0, 1 ആണെങ്കിൽ ലിമിറ്റ് പോയിന്റുകൾ എപ്പോഴും ആ സെറ്റിൽ തന്നെ ഉണ്ടാകണം. ഇവിടെ ഇപ്പോൾ അത് നമുക്ക് സർപ്രൈസ് അല്ല. ബട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് there are sequences whose limit do not belongs to A, and in particular for a sequence there can be subsequence whose limit does not belongs to A, and there are sequences none of the subsequence converges to a point in A. അങ്ങനെ വേണമെങ്കിലും എടുക്കാം അല്ലേ. 1 by n എന്ന് പറയുന്ന സീക്വൻസ് എയിൽ കൺവെർജ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ 1 by n-ന്റെ ഒരു സീക്വൻസും 1 by n എന്ന് പറയുന്ന ഒരു സീക്വൻസിന്റെ ഒരു സബ് സീക്വൻസും എയിലേക്ക് കൺവെർജ് ചെയ്യില്ല. ഇത് നിങ്ങൾ രണ്ടാമത്തെ മോഡ്യൂളിൽ പഠിച്ച ചില റിസൾട്ടുകൾ വെച്ചിട്ടാണ്. എന്താണ് ആ റിസൾട്ട്? ഒന്ന്, ഇഫ് എ സീക്വൻസ് xn converges to x0, then every subsequence notation xnk of xn converges to x0. വേറൊരു പ്രോപ്പർട്ടി ഈ സമയത്ത് നമ്മൾ റീകോൾ ചെയ്യേണ്ടത് ബോൾസാനോ-വിയാസ്ട്രോസ് പ്രോപ്പർട്ടി. ബോൾസാനോ-വിയാസ്ട്രോസ് പ്രോപ്പർട്ടി ഓഫ് സീക്വൻസസ് ഇൻ ആർ. എന്താ പറയുന്നത്? ഇത് പറയുന്നത് എവരി bounded sequence of real numbers has a convergent subsequence. ഇതൊക്കെ രണ്ടാമത്തെ മോഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട സാധനങ്ങളാണ്. എവരി ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവെർജന്റ് സബ്സീക്വൻസ്. ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആയിട്ട്, ഇഫ് യു കൺസിഡർ ദ സെറ്റ് ഇഫ് xn is a sequence in B എന്ന് പറയുന്നത് 0, 1 അല്ലെ, ക്ലോസ്ഡ് 0, 1, then xn is bounded. Bounded sequence. Why?
since what is why it is bounded? xn എന്ന് പറയുന്നതെല്ലാം 0ക്കും 1നും ഇടയ്ക്കാണ് അല്ലേ? 0ക്കും 1നും ഇടയ്ക്കാണ്. അത് ബൗണ്ടഡ് സീക്വൻസ് ആണ്. So xn has a xn has a convergent subsequence. Say xnk എന്ന് വിളിക്കും. If xnk converges to some x naught, then x naught is a limit point. Why? Limit point of V. Why? Why it is a limit point of V? Since ഈ xnകളുടെ സബ്സീക്വൻസ് ആണ് xnന്റെ സബ്സീക്വൻസ് ആണ് xnk. ഇനി xn 0ക്കും 1നും ഇടയ്ക്കായതുകൊണ്ട് അപ്പോൾ സബ്സീക്വൻസ് എന്തായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും. അതുകൊണ്ടാണ് ഈ അതായത് xnk, that is xnk belongs to B. So the limit x naught is a limit point of B. As B is closed, B ഒരു closed interval ആയതുകൊണ്ട് x naught should belongs to B. So what is the conclusion? Conclusion is every sequence xn in B has a convergent, or I will write it as a subsequence converging to a point in B. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഏതൊരു സീക്വൻസ് എടുത്തതിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇതാണ്. 0 1 ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ? 0 1 ഒരു സീക്വൻസ് എടുത്താൽ തന്നെ അത് അതിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നില്ല. പിന്നെ സബ്സീക്വൻസിന്റെ കാര്യം പറയണ്ടല്ലോ. പക്ഷേ ബിയുടെ പ്രത്യേകത ഏതൊരു സീക്വൻസ് എടുത്താലും ഏതൊരു ബൗണ്ടഡ് ആവണമെന്നില്ല. ഏത് സീക്വൻസ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഷുഡ് ബി ബൗണ്ടഡ് എനിവേ. ബി 0ക്കും 1നും ഇടയ്ക്കാണ്. സോ അത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് റിലവൻസ് ഇല്ല. ഷുഡ് ബി ബൗണ്ടഡ് ആക്ച്വലി. സോ ഏത് സീക്വൻസ് എടുത്താലും അതിനൊരു സബ്സീക്വൻസ് ഉണ്ടാവും. അത് ബിക്കകത്തുള്ള ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഈ ഒരു പെക്യുലിയർ പ്രോപ്പർട്ടിയെ ജനറലൈസ് ചെയ്യും. ഇത് ക്ലോസ്ഡ് ഇന്റർവെൽസിന് മാത്രമുള്ള പ്രോപ്പർട്ടി അല്ല. ജനറലി വേറെ ചില സെറ്റുകൾക്കും, ഉദാഹരണത്തിന് കാൻഡർ സെറ്റിനും ഇതേ പ്രോപ്പർട്ടി ഉണ്ട്. സോ എൻ ബി ഞാനതിവിടെ പ്രൂവ് ചെയ്യുന്നില്ല. യു ക്യാൻ സി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. കാൻഡർ സെറ്റ് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. You can read that portion. If you have doubt, you can message me. Cantor set also has this property. Okay. Now I will define what is meant by compact set. So the definition is I will show you the exactly same definition given in the textbook. So this is the definition. So, what is the definition?
compactness means a subset K of R is compact if every sequence in K has a subsequence that converges to a limit that is also in K. നമ്മളിപ്പോൾ ബി കെ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 കണ്ടത് തന്നെയാണ് ആ കോമ്പാക്ട്നെസ് ജനറലി ഡിഫൈൻ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനുള്ളത് so that a set K subset of R is compact if and only if K is closed and bounded. ഈ ക്ലോസ്ഡ് ഇന്റർവെൽ ആൾമോസ്റ്റ് ലൈക്ക് എ പ്രോട്ടോടൈപ്പ് ആണ്. എന്നാലും കാൻഡർ സെറ്റ് അതിൽ നിന്നൊക്കെ ഒരു വളരെ തികച്ചും വ്യത്യസ്തതയുള്ള ഒരു സെറ്റാണ് അല്ലേ. പക്ഷെ എന്നാലും കാൻഡർ സെറ്റും കോമ്പാക്റ്റ് ആണ്. അത് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് പറയാം. കാൻഡർ സെറ്റ് നിങ്ങൾ ആ എക്സാമ്പിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അത് ക്ലോസ്ഡ് സെറ്റ് ആണ്. ഒബ്വിയസ്ലി അത് ബൗണ്ടഡ് ആണ്. കാരണം 0 1 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഒരു സബ്സെറ്റ് ആണ് കാൻഡർ സെറ്റ്. അപ്പോൾ അത് ബൗണ്ടഡും ആണ് ക്ലോസ്ഡും ആണ്. അതുകൊണ്ട് അതൊരു കോമ്പാക്ട് സെറ്റ് ആണ്. ഓക്കെ, സോ how to prove this? If and only if condition. Suppose K subset of R is compact. ഓക്കെ, നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇത് ക്ലോസ്ഡും ബൗണ്ടഡും ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു സെറ്റ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? എ സെറ്റ് ഈസ് ബൗണ്ടഡ്. ഇതിന് മുമ്പ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സീക്വൻസ് ബൗണ്ടഡ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എ സെറ്റ് സേ X is bounded in R if modulus of A less than or equal to M for all A belongs to X. ആക്ച്വലി ഇത്രയേ ഉള്ളൂ. എക്സിലെ എല്ലാ എലിമെന്റും ഏതെങ്കിലും രണ്ട് എലിമെന്റുകളുടെ ഇടയ്ക്കായിരിക്കണം. 0 1 എലിമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇവിടെ അതിന് -m എന്ന് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനെ എനിക്ക് ഒരു ക്ലോസ്ഡ് ഇന്റർവൽ -m അകത്താക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് അത് ബൗണ്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ K കോമ്പാക്റ്റ് എന്നറിയാം, അത് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ assume that contradiction method apply. Assume that K is not bounded. അങ്ങനെയാണെങ്കിൽ K'ക്കകത്ത് മോഡുലസ് 1-നേക്കാളും വലിയൊരു എലിമെന്റ് ഉണ്ടാവില്ലേ? സോറി, 1 പറഞ്ഞിട്ട് 2 ആയില്ലേ? 1-നേക്കാളും വലിയൊരു എലിമെന്റ് എന്തായാലും ഉണ്ടാവില്ല. കാരണം എല്ലാ എലിമെന്റിന്റെയും മോഡുലസ് 1-നേക്കാളും ചെറുതാണെങ്കിൽ അത് ബൗണ്ടഡ് ആവും, നമ്മളിവിടെ പറഞ്ഞ പോലെ. 1-നേക്കാളും ചെറിയ മോഡുലസ് ഉള്ള ഒരു എലിമെന്റ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിന് x1 എന്ന് വിചാരിക്കും. സോ ദെൻ ഐഡിയ ഇതാണ്, ചൂസ് മോഡുലസ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ 1. ഇനി 1-നേക്കാളും 2-നേക്കാളും വലിയ മോഡുലസ് ഉള്ളതും ഉണ്ടാവും. എല്ലാ മോഡത്തിന്റെയും മോഡുലസ് 2-നേക്കാളും ചെറുതോ ഈക്വലോ ആണെങ്കിൽ അത് അഗൈൻ ബൗണ്ടഡ് ആവും. സോ എക്സെട്ര ചൂസ് മോഡുലസ് ഓഫ് x ഗ്രേറ്റർ ദാൻ 2 ഗ്രേറ്റർ ദാൻ n ഫോർ ഓൾ n. ഇതാണ് ഐഡിയ. എനിക്കൊരു ഇങ്ങനൊരു സീക്വൻസ് കിട്ടി with all these sequence xn, all these elements belongs to where? Xn belongs to K for all n. Then xn is a sequence in K. By compactness, the sequence xn has a subsequence xnk converging to some point
x naught belongs to k. Definition, നമ്മൾ കോമ്പാക്ട്നെസ്സിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തു. Okay, now what is the property of this x and k? By definition, നമ്മൾ ചൂസ് ചെയ്തതനുസരിച്ച് മോഡുലസ് ഓഫ് എക്സ് ആൻഡ് കെ എൻ കെക്കാളും വലുതായിരിക്കും അല്ലേ? ഫോർ ഓൾ എൻ കെ. ഈ എൻ കെ എന്ന് പറയുന്നത് സബ്സീക്വൻസിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എൻ കെ എങ്ങനെയാണ് വരുന്നത്? n1 ലെസ് ദാൻ n2 ലെസ് ദാൻ n3 ലെസ് ദാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ഇൻഡിജേഴ്സ് ആണ് അല്ലേ? അപ്പം എല്ലാ എൻ കെക്കാളും എക്സ് എൻ കെ, ഏത് എൻ കെ എടുത്താലും മോഡുലസ് എക്സ് ഓഫ് എക്സ് എൻ കെ ഗ്രേറ്റർ ദാൻ എൻ കെ ആയിരിക്കും. സോ വാട്ട്? സോ ദ സീക്വൻസ് എക്സ് എൻ കെ ഈസ് നോട്ട് ബൗണ്ട്. ആ സെറ്റ് അൺബൗണ്ടഡ് ആയപ്പോൾ സീക്വൻസ് എനിക്ക് അൺബൗണ്ടഡ് ആയിട്ട് കിട്ടി. ബട്ട് ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ. ബട്ട് എവരി കൺവെർജന്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. അതും രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. എവരി കൺവെർജന്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ് അല്ലാന്നും കിട്ടി, പക്ഷെ അത് എക്സ് എൻ കെ കൺവെർജന്റ് ആയതുകൊണ്ട് സിൻസ് എക്സ് എൻ കെ കൺവെർജൻസ് we get a contradiction. So therefore, what is the reason for the contradiction? Our assumption that k is not bounded. Therefore, k is bounded. So now to prove, അത് വായിച്ചു നോക്കുക പ്രൂഫ്. നമ്മളവിടെ ക്രൂഷ്യലായിട്ട് ഉപയോഗിച്ചത് ബൗണ്ടഡ് സീക്വൻസുകളെല്ലാം കൺവെർജന്റ് ആണ്, പിന്നെ കോമ്പാക്ട്നെസ്സിന്റെ ഡെഫിനിഷൻ. ഐ എം സോറി, കൺവെർജന്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആണ്. കൺവെർജന്റ് സീക്വൻസുകളെല്ലാം ബൗണ്ടഡ് ആണ് എന്നുള്ളതാണ് ഉപയോഗിച്ചത്. So to prove k is closed, let x be a limit point. ക്ലോസ്ഡ് ആവാൻ എന്തായാൽ മതി? എല്ലാ ലിമിറ്റ് പോയിന്റും അത് കണ്ടെയ്ൻ ചെയ്ത് ആ സെറ്റിൽ തന്നെ ഉണ്ടാകണം. അതാണ് ക്ലോസ്ഡിന്റെ പ്രോപ്പർട്ടി. ലെറ്റ് എക്സ് ബി എ ലിമിറ്റ് പോയിന്റ് ഓഫ് കെ. ലിമിറ്റ് പോയിന്റ് ആയതുകൊണ്ട് we can choose, we can find a sequence xn in k converging to x. എനിക്ക് അങ്ങനെ ഒരു സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ? By compactness, xn has a convergent subsequence. സെയിം ആർഗ്യുമെന്റ് തന്നെയാണ് ഇതെല്ലാം. എക്സ് എൻ കെ converging a point in k. അഗെയിൻ ഞാൻ എൻ്റെ ആദ്യം പറഞ്ഞൊരു പ്രോപ്പർട്ടി സീക്വൻസിന്റെ എന്താ ഒന്നാമത് പറഞ്ഞത്, if a sequence xn converges to x naught, then every subsequence converges to x naught. As xn
സിമ്പിൾസ് ഉപയോഗിക്കാം. കൺവെർജസ് ടു എക്സ്, എക്സ് ആൻഡ് കെ we get x and k also converges to x naught. So x naught അല്ല, I'm sorry, x എന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്, x. Hence x എവിടുത്തെ എലിമെന്റ് ആയിരിക്കണം, കെയിലെ എലിമെന്റ് ആയിരിക്കണം. അങ്ങനെ x and k കെയിലാണ് കൺവെർട്ട് ചെയ്യുന്നത്. x and k converges to a point on k ആണ്. അപ്പോൾ x എന്തായാലും കെയിലെ എലിമെന്റ് ആയിരിക്കും. So k is closed. That is, k contains all its limit points. K contains all its limit points. ഇതാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് പാർട്ട്. കോമ്പാക്റ്റ് ആണെങ്കിൽ അത് ക്ലോസ്ഡും ബൗണ്ടഡ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യുന്നത്. കോൺവേഴ്സ് പാർട്ട്, conversely, suppose that K is closed and K subset of R is closed and bounded. നമുക്ക് ഡെഫിനിഷൻ അനുസരിച്ച് ഒരു സീക്വൻസ് എടുക്കണം അല്ലേ. ലെറ്റ് എക്സ് ആൻഡ് ബി എ സീക്വൻസ് ഇൻ കെ. ലെറ്റ് എക്സ് ആൻഡ് ബി എ സീക്വൻസ് ഇൻ കെ. Since K is bounded, the sequence Xn is also bounded. കാരണം കെയ്ക്കകത്തുള്ള പോയിന്റ് ആണല്ലോ, പോയിന്റ്സ് ആണല്ലോ എക്സനിൽ വരുന്നത്. ബൈ ബോൾസാനോ-വിയാസ്ട്രാസ് തിയറം, നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. എക്സൻ എല്ലാ ബൗണ്ടഡ് സീക്വൻസുകൾക്കെല്ലാം കൺവെർജന്റ് സബ് സീക്വൻസ് ഉണ്ടാവും. എക്സൻ ബോൾസാനോ-വിയാസ്ട്രാസ് തിയറം ഞാൻ രണ്ടാമത് സ്റ്റേറ്റ് ചെയ്തിരുന്നു തുടക്കത്തിൽ. എവരി ബൗണ്ടഡ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഹാസ് എ കൺവെർജന്റ് സബ് സീക്വൻസ്. എക്സൻ ഹാസ് എ കൺവെർജന്റ്. ഇത് സിമിലർ പ്രൂഫ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ക്ലോസ്ഡ് ഇന്റർവൽ എ ബിക്ക് വേണ്ടിയിട്ട്. കൺവെർജന്റ് സബ് സീക്വൻസ്. Since K is closed, the limit point, നമ്മൾ ആദ്യം ബൗണ്ടഡ്നെസ് ഉപയോഗിച്ചു, ഇപ്പൊ ക്ലോസ്ഡ് എന്നുള്ളത് ഉപയോഗിച്ചു. ലിമിറ്റ് പോയിന്റ് ഓഫ് ദിസ് സബ്സീക്വൻസ് should contained in subsequence belongs to K. ലിമിറ്റ് പോയിന്റ് കേക്കകത്ത് വന്നാലേ പറ്റുള്ളൂ, പുറത്തു പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ, ഏത് സീക്വൻസ് എടുത്താലും we started with a sequence, now we produced a subsequence converging to K, converging to a point in K. Therefore K is by the definition K is compact. ഈസി പ്രൂഫാണ്. കുറച്ചൊന്ന് വായിച്ച ഡെഫിനിഷനും പിന്നെ സീക്വൻസുകളുടെ പ്രോപ്പർട്ടീസുമാണ് അവിടെ ക്രൂഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സെക്ഷനിൽ അടുത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നെസ്റ്റഡ് ഇന്റർവെൽ പ്രോപ്പർട്ടി പഠിച്ച പോലെ ദർ ഈസ് എ നെസ്റ്റഡ് കോമ്പാക്ട് സെറ്റ് പ്രോപ്പർട്ടി. അതെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, so this is the statement. Copy it.
this property. നിങ്ങൾ K1 K2 K3 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ക്ലോസ്ഡ് ഇൻ്റർവെൽസ്, നെസ്റ്റഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഡിക്രീസിങ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് എടുക്കുമ്പോൾ അത് നെസ്റ്റഡ് ഇൻ്റർവെൽ പ്രോപ്പർട്ടി. സെയിം പ്രോപ്പർട്ടി എല്ലാ ക്ലോസ്ഡ് കോമ്പാക്ട് സെറ്റുകൾക്കും ഉണ്ട്. ഒരു സീക്വൻസ് ഓഫ് നെസ്റ്റഡ് നോൺ എംപ്റ്റി കോമ്പാക്ട് സെറ്റ് എടുത്താൽ ഇതിൻ്റെ ഇൻ്റർസെക്ഷനിൽ എപ്പോഴും ഒരു എലിമെൻ്റ് ഉണ്ടാകും. ഇതാണ് നെസ്റ്റഡ് കോമ്പാക്ട് സെറ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഞാനിതിൻ്റെ പ്രൂഫ് എക്സസൈസ് ആയിട്ട് പറയുക, വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പ്രൂഫ് എക്സസൈസ് താല്പര്യമുള്ളവർ, പഠിക്കാൻ താല്പര്യമുണ്ട്, പ്രൂഫൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ വെറുതെ ഒന്ന് വായിച്ച് നോക്കൂ. പരീക്ഷയ്ക്ക് പ്രൂഫ് പഠിക്കുന്നവർ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒന്നാമത്തെ വീഡിയോ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ, ഞാൻ പല വീഡിയോസ് ആയിട്ട് ഇടുന്നത് സെലക്റ്റീവായിട്ട് പഠിക്കുന്നവർ ആവശ്യമുള്ളത് മാത്രം, അവരെ കൊണ്ട് പറ്റുന്നത് മാത്രം കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ പഠിക്കണം. കോമ്പാക്ട്നെസ്സിൻ്റെ തന്നെ വേറൊരു ഡെഫിനിഷൻ, വേറൊരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ നമ്മൾ ഓപ്പൺ കവർ എന്ന് പറയുന്ന ഐഡിയ പഠിക്കണം. അതുപയോഗിച്ചിട്ട് പിന്നെയുള്ള ഒരു റിസൾട്ടും കൂടെ, എയിൻബോറൽ തിയറം എന്ന് പറയുന്ന ഒരു റിസൾട്ടും കൂടെ നമുക്ക് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ തേർഡ് മോഡ്യൂൾ കഴിയും. അന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും. താങ്ക് യു.